ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റവൽ ഇമാമുൽ ബൈഹഖിയു ബിസനദിഹി അൻ ഉമർ ബിനിൽ ഖത്താബി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മഖ്തറഫ ആദമുൽ ഖത്തീഅത അലൈഹിസ്സലാം. ബൈളാവി ഇമാം പറഞ്ഞതുപോലെ നമ്മളെ വല്ലിപ്പ ഇജ്തിഹാദിൽ പഴച്ചു. ഈ പഴം, ഈ വൃക്ഷത്തിലെ പഴം തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം ഇതീമത്തെ തിന്നാൻ പറ്റില്ല ഉള്ളൂ, അതുപോലത്തെ ഇതിന് കുഴപ്പമില്ല. അങ്ങനെ ഇജ്തിഹാദിൽ പഴച്ച് പഴം തിന്നു, അത് പ്രശ്നമായി. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പറഞ്ഞു, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എൻ്റെ ആ അരുതായ്മ ചെയ്തത് ഒന്ന് മാപ്പാക്കണേ അല്ലാ. പേരക്കുട്ടിനെ വിളിച്ച ചോദിക്കണത് ഓല ഹക്ക് കൊണ്ട. അപ്പം അല്ലാഹു തആല പറഞ്ഞു, യാ ആദമു കൈഫ അറഫ്ത മുഹമ്മദ വലം അഖ്ലുഖുഹു. ഞാൻ പടക്കാത്ത മുഹമ്മദിനെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ആദം നബിയെ? അപ്പം ആദം നബി സ്വലം പറഞ്ഞു, റബ്ബേ ലി അന്നക യാ റബ്ബി ലമ്മാ ഖലഖ്തനി ബിയദിക വനഫഖ്ത ഫിയ്യ മിൻ റൂഹിക. റബ്ബേ, നീ നിൻ്റെ പ്രത്യേക കുദരത്ത് കൊണ്ട് എന്നെ പടച്ചു, എന്നിൽ നിൻ്റെ ആത്മാവ് നീ ഫിറ്റ് ചെയ്തു. ആ സമയത്ത് റഫഅതു റഅസി, ഞാൻ എൻ്റെ തല ഉയർത്തി. ഫറഅയ്തു അലാ ഖവായിമിൽ അർശ്, അപ്പം അർശിൻ്റെ തൂണുകളിൽ എഴുതപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു, മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. ഇത് എഴുതി ഞാൻ കണ്ടിടുന്ന് പറഞ്ഞു. ആര്? നമ്മളെ വെല്ലിപ്പ. മുമ്പ് പറഞ്ഞു, ഫഅലിംതു അന്നക ലം തുളിഫ് ഇല ഇസ്മിക റബ്ബേ, നിന്റെ ഇസ്മിലേക്ക് നീ ചേർത്തി വെക്കൂല. ഇല്ല അഹബ്ബൽ ഖൽഖി ഇലൈക, നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൃഷ്ടിയെ ആയിരിക്കും നീ നിന്നിലേക്ക് ചേർക്കുക എന്നെനിക്ക് മനസ്സിലായി. അപ്പം അല്ലാഹ് പറഞ്ഞു, സ്വദഖ്ത യാ ആദം, ആദമേ നീ സത്യമാണ് പറഞ്ഞത്. ഇന്നഹു അഹബ്ബുൽ ഖൽഖി ഇലയ്യ, നീ കണ്ട ആ പേരിൻ്റെ ഉടമയുണ്ടല്ലോ, അദ്ദേഹം എൻ്റെ പടപ്പുകൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടവരാണ്. മാഷാ അല്ലാഹ്. വഇദാ സഅൽതനി ബിഹഖ്ഖിഹി ഖദ് ഗഫർതു ലക, എൻ്റെ ഇഷ്ടപ്പെട്ടവരുടെ ഹക്ക് കൊണ്ട് നീ എന്നോട് ചോദിച്ചാൽ ഞാൻ പുറത്തു തരും. വലൗലാ മുഹമ്മദും മാ ഖലഖ്തുക. മാഷാ അല്ലാഹ്. മുഹമ്മദ് എന്ന നിങ്ങളുടെ ആ പേരക്കുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ പടക്കില്ലായിരുന്നു. എന്താ പവർ, എന്താ പവർ! ആ പവർ തന്നെ ഈ ഉമ്മത്തിനും ലഭിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ആ നമ്മളെ നേതാവായ മുത്ത് നബിയുടെ ഷഫാഅത്ത് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വല്ലതും